സിനിമ സീരിയൽ മേഖലയിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കലാകാരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. ആദ്യമായി മുഖ്യ അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സിനിമ സീരിയൽ നടൻ ശ്രീ ഹരീന്ദ്രനാഥ് അവർ, ഐമയുടെ ഫൗണ്ടർ ശ്രീമതി അശ്വതി അവർ, ശ്രീ ഇ ഗുഡ്സ് ദേവു സിനി ഫോട്ടോഗ്രാഫർ, സിനിമ സ്റ്റേജ് ആർട്ടിസ്റ്റ് ശ്രീമതി പുന്നപ്ര മധു അവർ, സിനിമ സ്റ്റേജ് ആർട്ടിസ്റ്റ് ഗിന്നസ് വിനോദ് അവർ, സംവിധായകനും നിരക്കാർക്കുമായ ശ്രീ മധു ജി കമലം അവർ, ജൂനിയർ കലാപമണി ശ്രീ രതീഷ് വല്ല, സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറുമായ ശ്രീ ആലപ്പി ഗോപകുമാർ അവർ, തട്ടിമുട്ടിയും പേരും ശ്രീ പാർവതി ലാൽ, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ശ്രീ സുമോദ് കോഴഞ്ചേരി അവർ, പ്രശസ്ത ചലച്ചിത്ര നടി ശ്രീമതി ലേഖ നായർ അവർ, ആക്ഷൻ ഹീറോ ബി2കെയും ഹരിപ്രിയ അവർ, ഐമ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീമതി സജീന അവർ, ഐമ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ നിതിൻ ഖഡ്ഗർ അവർ, ബഹുമാന്യ അധ്യക്ഷൻ സംഘടനയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീ ദീപക് മേനാമ്പള്ളി, സെക്രട്ടറി ശ്രീമതി സജീന തിരുവല്ല, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ സംവിധായകൻ ശ്രീ മധുജി അവർ, ശ്രീമതി അശ്വതി അവരുടെ ദീപ കലാകാരന്മാർക്കുള്ള ആദരവ് നടത്തുന്ന ചലച്ചിത്ര നടി ശ്രീമതി ലേഖ നായർ, യോഗത്തിന് ആശംസകൾ നേടുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ സിംഗർ ശ്രീ ദേവദേവൻ, സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീ ആലപ്പി ഗോപകുമാർ, സിനിമ സ്റ്റേജ് ആർട്ടിസ്റ്റ് ശ്രീ പുന്നപ്രമു, സിനി ഫോട്ടോഗ്രാഫർ ശ്രീ ഇ ഗുഡ്സ് ദേവു, സിനിമ സ്റ്റേജ് ആർട്ടിസ്റ്റ് ശ്രീ മധുജി കമലം അവറുകളും ശ്രീ ഹരീന്ദ്രനാഥ് അവറുകളും ചേർന്ന് ഐമയുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു.
ഇതിന്റെ പ്രതിനിധികളെ ഇന്ന് നമ്മുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ 200ഓളം കലാരൂപങ്ങൾ വരുന്നുണ്ട്. അവരെല്ലാം നമ്മുടെ അസോസിയേഷന്റെ കൊടക്കീഴിൽ കൊണ്ടുവന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കുറേ കലാരൂപങ്ങൾ ഇപ്പം അന്യം നിന്ന് പോയ കുറേ കലാരൂപങ്ങളുണ്ട്. അതൊക്കെ കുറേ ആൾക്കാർക്ക് അറിയില്ല. കുറേ കലാരൂപങ്ങളുണ്ട്, 1500 കലാരൂപങ്ങളുണ്ട്. അപ്പൊ അതിനെ എണ്ണം കൊണ്ടുവന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അസോസിയേഷൻ പോകുന്നത്. ഇതിന്റെ ഫൗണ്ടറായ ഞാൻ ഇതിന്റെ ഫൗണ്ടർ ഏഞ്ചൽ വർഗീസ് എന്ന് പറഞ്ഞ സാറാണ്. ഏഞ്ചൽ വർഗീസ് ഇന്ന് ഇവിടെ എത്താൻ പറ്റിയില്ല. നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്ന ജിതിൻ റാം മാഞ്ചി സാർ ഇന്ന് എറണാകുളത്ത് പുതിയൊരു പാർട്ടി രൂപീകരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അസോസിയേഷൻ അദ്ദേഹത്തിന് ഒരു മൂവ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് MSME-യുടെ കുറെ ജിതിൻ റാം മാഞ്ചി എന്ന് പറയുന്ന സാറ് ഈ MSME-യുടെ മന്ത്രിയാണ്. അതുകൊണ്ട് നമ്മുടെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കലാ രംഗത്ത് നിൽക്കുന്ന കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അപേക്ഷ നമ്മുടെ അസോസിയേഷൻ മൂവ്മെന്റ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പം അവിടെയാണ്. അപ്പോൾ അസോസിയേഷൻ ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു അസോസിയേഷനാണ്. നമ്മൾ 21,000 മെമ്പേഴ്സുള്ള ഒരു സംഘടനയാണ് ഐമ എന്ന് പറയുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലയിലും നമുക്ക് മിനിമം തിരുവനന്തപുരത്ത് 1,000-1,500 പേര് വെച്ചുണ്ട്. എല്ലാ ജില്ലയിലും ഒരു കുറഞ്ഞത് 300 പേര് വെച്ചാണ് ഇപ്പോൾ ഐമയിലോ മെമ്പേഴ്സ് ഉള്ളത്. ബാക്കി എല്ലാ തരത്തിലുള്ള കലാകാരന്മാരെയും കൂടി ആഡ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു സംഘടനയാക്കി മാറ്റുവാനാണ് നമ്മുടെ ശ്രമം. കൂടുതൽ നിങ്ങളെല്ലാവരും സഹകരിക്കാം. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ ഇൻക്ലൂഡിംഗ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസോസിയേഷനാണ്. അസോസിയേഷന്റെ പത്രമാണ് ഇത്. 6 ലൈസൻസുള്ള പത്രമാണ്. നമ്മുടെ കലാകാരന്മാരെ പരിചയപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ള പത്രമാണ്. ഇന്ത്യയിൽ ഒരു അസോസിയേഷനും പത്രമില്ല. നമ്മുടെ അസോസിയേഷനാണ് ആദ്യമായിട്ട് ഹോട്ട്സ്റ്റാർ എന്ന പേരിൽ ഓൺലൈനും ഓഫ്ലൈനും പത്രമുണ്ട്. കൂടാതെ നമ്മുടെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രീ മെമ്പർഷിപ്പാണ്. ID കാർഡ് വേണമെങ്കിൽ മാത്രമേ നമുക്ക് പേയ്മെന്റ് ചെയ്യുള്ളൂ. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ കുറെ ഇത് അനുഭവിക്കുന്നുണ്ട് പേയ്മെന്റിന്റെ വേതനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. അപ്പൊ അവരെ കൂട്ടയിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് തീരുമാനങ്ങളൊക്കെ. എല്ലാവരും നിൽക്കണം കൂട്ടത്തില്. എനിക്ക് പ്രസംഗിച്ചത് ചെയ്യില്ല. 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. പിന്നെ മന്ത്രി വരുന്ന ഡ്യൂട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3 ദിവസം ഉറങ്ങാന്നിട്ടാണ് രാവിലെ ഇവിടെ എത്തിയത്. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒത്തിരി കൂടി നന്ദി പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ഐമ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം. കലാകാരന്മാരെ ആദരിക്കുകയും ചടങ്ങും. ഈ പരിപാടിയിലേക്ക് ഏറെ സന്തോഷത്തോടെയും ഏറെ മനസ്സോടെയും കടന്നു വന്ന എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വേദിയിലേക്ക് ഇരിക്കുന്ന എല്ലാ അതിഥികളെയും ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ജില്ലാ രൂപീകരണത്തിന് ശേഷം നടക്കുന്ന പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിലെല്ലാം നിങ്ങളുടെ സഹകരണവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. കഴിഞ്ഞ 7 വർഷക്കാലമായി കലാകാരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഐമ. വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് പോരക്കാരായി ഞാൻ വിളിക്കുകയാണ്. ഏതായാലും നിങ്ങളിൽ കുറേയധികം പേരെ എനിക്ക് പരിചയമുണ്ട്. പേരുകൊണ്ടും അവരുടെ മുഖവും പരിചയമാണ്. എല്ലാവരെയും അല്ല. കാരണം ഇത് മൂവി മേക്കേഴ്സ് അസോസിയേഷൻ ഇതില് നാനാതുറയുള്ള കലാപരമായ
കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരുപാട് നിരവധി കലാകാരന്മാർ ഉണ്ടാവുകയാണ്. ഇതിൽ സംവിധായകൻ മാത്രമല്ല, തിരക്കഥാകാരൻ മാത്രമല്ല, നടനും നടിയും മാത്രമല്ല, ഫോട്ടോഗ്രാഫേഴ്സുണ്ട്, പ്രൊഫഷണൽ കൺട്രോളേഴ്സുണ്ട്, ദീപക്കുകളുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരു വലിയ സംഘടന സംസാരിച്ചു അയ്മ കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട അവസരമുണ്ട്. സംഘടനയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും അറിയുകയായിരുന്നു. ബഹുമാനപ്പെട്ട അയ്മയുടെ എല്ലാ സാരഥികൾക്കും ആദ്യമായിട്ട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ വേദിയിലിരിക്കുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ചലച്ചിത്ര ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ സംവിധായകരും പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേര്, വലിയ വിശിഷ്ടരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കലാഭവമണിയുടെ ജൂനിയർ കലാഭവമണിയിലേക്ക് വളരെ സന്തോഷം തോന്നി. കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാണണമെന്ന്. അതുപോലെ ഇരിക്കുന്ന എല്ലാ നല്ല ആർട്ടിസ്റ്റുകൾക്കും, അതായത് ജൂനിയർ ആയാലും സീനിയർ ആയാലും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, എല്ലാ നല്ലവരായിട്ടുള്ള ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. എന്നെ പെട്ടെന്നാർക്കും ഈ ഭാഗത്തോട്ട് അറിയാൻ വഴിയുണ്ടാവില്ല. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത്, പെരുന്നേല്. വേഗം പറഞ്ഞാൽ മനസ്സിലാക്കും, ഞാൻ ഫിലിം ആർട്ടിസ്റ്റ് ശ്രീ രഞ്ജി പണിക്കരുടെ ഫസ്റ്റ് കസിനാണ്. ഇങ്ങനെ പറഞ്ഞാൽ വേഗം മനസ്സിലാകും. ഞാനും ഈ പറഞ്ഞതുപോലെ ഒരു നാടകവേദിയിലൂടെയാണ് ഞാനും സ്കൂളിലും കോളേജിലും ഒക്കെ നാടകം കളിച്ച് അതിന് ശേഷമാണ് ഞാൻ ഒരു 3-4 ചെറിയ ചിത്രങ്ങൾ ചെയ്തു, അതായത് ഷോർട്ട് ഫിലിംസുകൾ ചെയ്തു. അതിലെനിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി. പിന്നീട് ഞാൻ സിനിമയിലേക്ക് എത്തി. സിനിമയിൽ ഞാൻ ആദ്യം ചെയ്ത സിനിമയ്ക്ക് തന്നെ ഫിലിം ക്രിറ്റിക്സിൻ്റെ അവാർഡ് 2 അവാർഡുകൾ വാങ്ങി. അതോടെ പകുതി എനിക്ക് സിനിമയിലേക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടി. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുക്രൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ശ്രീ ഉബൈനി സാർ സംവിധാനം ചെയ്യുന്ന സിനിമ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് ഡേറ്റ് ഇനി ബാക്കി ദിവസം കിടക്കുകയാണ്. ഇതുപോലുള്ള സംഘടനകൾ, ഒരുപാട് സംഘടനകൾ വരുന്നുണ്ട് നമ്മൾക്ക്, അതായത് ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ തന്നെ സിനിമാ സംഘടനയിലുള്ളവർക്കും വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകൾ പോലെ മുളച്ച് വരുന്നുണ്ട്. ചിലത് രജിസ്ട്രേഷൻ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് കാണുന്നില്ല. ചിലത് ഇതുപോലെ തന്നെ ഇങ്ങനെ ചില സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ മന്ദഗതിയിലായിട്ട് നടന്നു പോകുന്നതുണ്ട്. 10-15 പേര് മാത്രമായിട്ട് അതിങ്ങനെ വലിച്ചടിച്ച് കൊണ്ട് നടക്കുന്ന സംഘടനകളുണ്ട്. എന്തായാലും ഈ സംഘടന ഇത്രയും ഒരു പിന്തലും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കാരണം എല്ലാ സംഘടനകളും വന്നിട്ട് പോകുന്നത് പോലെ കുഞ്ഞു ഈ കുറെ പൈസ പിടിച്ചു മാറ്റിക്കൊണ്ട് അത് നിർത്തിക്കളയരുത്. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. കാരണം ഒരുപാട് സംഘടനകൾ ഞാൻ കാണാറുണ്ട്. സിനിമാ ഫീൽഡിൽ വന്നതിന് ശേഷവും ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാനൊരു ഇന്റർനാഷണൽ യോഗ ടീച്ചറും കൂടിയാണ്. അപ്പൊ ഞാൻ ആദ്യം യോഗ പഠിപ്പിച്ചാണ് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതമാർഗത്തിലേക്ക് വന്നത്. രണ്ടാമതാണ് ഞാൻ സാമൂഹ്യ പ്രവർത്തനം, അതിലൂടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി. പക്ഷെ സാമൂഹ്യ പ്രവർത്തനം അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കയ്യിൽ നിന്ന് പൈസ പോകുന്ന പണിയാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്കിങ്ങനെ ഇതുപോലുള്ള ഷോർട്ട് ഫിലിമിലേക്ക് അഭിനയിക്കാനുള്ള, എൻ്റെ വീട് ഷൂട്ടിങ്ങിന് കൊടുത്തതാണ് ഞാൻ അഭിനയത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്. സ്കൂളിലും കോളേജിലും ഒക്കെ അഭിനയം ചെയ്തു എങ്കിലും പിന്നീട് എൻ്റെ വീട് ഷൂട്ടിങ്ങിന് കൊടുത്ത സമയത്ത് അമ്മ റോൾ ചെയ്യാനുള്ള ആർട്ടിസ്റ്റ് വന്നില്ല. അപ്പം ഞാൻ അമ്മ റോൾ ചെയ്തു. അതൊരു ജയറാം ഫാൻസ് അസോസിയേഷൻ്റെ ജയറാം അഭിനയിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് നേർവഴി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലുള്ള സംഘടനകളൊക്കെ വന്ന് ജനങ്ങൾക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമാ ലോകത്തിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്യണം. വെറുതെ ഇങ്ങനെ നമ്മൾ കുറെ അവിടെ ഇവിടെ മീറ്റിങ്ങുകൾ വിളിച്ച് വരുത്തി കൂട്ടി
അല്ലെ ആളുകൾക്ക് ഇതുപോലെ ചെറിയൊരു പ്രശംസാപത്രങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ വിടരുത്. എനിക്ക് നമ്മുടെ ദീപേഷ് അല്ലേ, ദീപകിനോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ദീപകിനെയാണ് കൂടുതൽ പരിചയമുള്ളത്, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് ഇങ്ങനെ പറഞ്ഞു വിടരുത്. ഇതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിസ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇന്ന് അനുഭവിക്കുന്ന വിഷമങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. എല്ലാവരും എന്നേക്കാളും ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളുകളാണ് പിടിക്കുന്നത്. ഞാൻ പല സെറ്റുകളിലും കാണാറുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളോട് കാണിക്കുന്ന വിവേചനം. അത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വിവേചനമാണ് കാണിക്കുന്നത്. ഇതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവാം, ഡയറക്ടേഴ്സ് ഉണ്ടാവാം, വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവാം, സ്റ്റേജ് കലാകാരന്മാരുണ്ടാവാം, എല്ലാവരും ഉണ്ടാവാം. ഞാൻ എല്ലാവരുടെയും ഒരു താഴ്മയായിട്ട്, വളരെ താഴ്മയോടുകൂടി പറയുകയാണ്, ജൂനിയർ ആർട്ടിസ്റ്റുകള് വെറും 500 രൂപയ്ക്കാണ് നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ ഇപ്പൊ നിൽക്കുന്നത്. 500 രൂപയാണ് കൊടുക്കുന്നത് അവർക്ക്. ഞാൻ കഴിഞ്ഞ ഒരു സെറ്റിൽ വെച്ച് കണ്ടു, 500 രൂപ വാങ്ങിയിട്ട് ഒരു അമ്മ കരയാണ്. വണ്ടിക്കൂലിക്ക് തികയില്ല മക്കളെ, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. 1500 രൂപ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ആ ജൂനിയർ ആർട്ടിസ്റ്റിന് കിട്ടുന്നത് വെറും 500 രൂപയാണ്. ഇതിനിടയിൽ നിൽക്കുന്ന ഇടനിലക്കാര് നല്ല രീതിയിൽ പൈസ തട്ടുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റ് നേരം വെളുക്കുമ്പോൾ മുതല് അതിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം വയസ്സായവരും എല്ലാം ഉണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ സ്കൂളിൽ പറഞ്ഞു വിടാതെയൊക്കെ ആയിരിക്കും ഓടി വരുന്നത് ഇതിനു വേണ്ടിയിട്ട്. അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്ന പൈസ അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ എത്തണം. ഞാൻ ഒരിപ്പം ഒരു നല്ല ഒരു തുക വാങ്ങിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെയാണ് ആദ്യം വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 500 രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്, ചേച്ചിമാരൊക്കെ ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ളത്, എനിക്കറിയാം. അതുകൊണ്ട് ആ 500 രൂപ കൊണ്ടുപോയത് എന്തിനുണ്ട്? അതുകൊണ്ട് കിട്ടുന്ന പൈസ അതിനൊക്കെ അതുപോലെ കൊടുക്കാൻ ഈ സംഘടനകളൊക്കെ പ്രവർത്തിക്കണം. അതുപോലെ ഞാൻ അശ്വതിയോട് പറഞ്ഞ അതാണ്, ഞാൻ അശ്വതിയെ പരിചയപ്പെട്ടപ്പോൾ അശ്വതിയോട് പറഞ്ഞ ഒറ്റ കാര്യം അതാണ്, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന ചെറിയ നക്കാപ്പിച്ച പൈസയാണ്. ആ നക്കാപ്പിച്ച പൈസ അതിങ്ങളുടെ കയ്യിൽ എത്തണം. മുഴുവനും കോടികളുടെ പടങ്ങളാണ്, അറിയാം. അത് ചിലപ്പോൾ കോടികളാണ് വാരുന്നത് ആ പടം കൊണ്ട്. പക്ഷെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇല്ല എങ്കിൽ ഒരു പടവും നിലനിൽക്കത്തില്ല. ഒരു ക്രൗഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്രൗഡ് വർക്കിന് ക്രൗഡ് തന്നെ വേണം. അവിടെ കൊണ്ടുവന്ന് കുറെ മരക്കുറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അഭിനയം എടുക്കാൻ പറ്റത്തില്ല. അവിടെ ആള് തന്നെ വേണം. അപ്പം ഈ പാവങ്ങൾക്ക് നിങ്ങൾക്കറിയാം, ഓരോ സെറ്റിൽ എന്തെല്ലാം വിവേചനമാണ് കാണിക്കുന്നതയോ. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം വേറെ, വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കെല്ലാം വലിയ മീൻ വറുത്തതും ഇതുമൊക്കെ. ഞാൻ പറയുന്നത് സത്യമാണോ? ഇല്ലെങ്കിൽ പറഞ്ഞത് ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പൊ പതുക്കെ മാറി വരുന്നുണ്ട്. ഇതുപോലുള്ള ആളുകളെ ചെലക്കാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിയായ നടപടിയല്ല. എല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാം ഒന്നാണ്. ജാതി മതം ഇതൊന്നുമില്ല, അല്ലെ പണം, പണക്കാരൻ, പാവപ്പെട്ടവനൊന്നുമില്ല. ദൈവം 2 രീതിയിലേ സൃഷ്ടിച്ചിട്ടുള്ളൂ, ആണും പെണ്ണും. എന്നാലും മനുഷ്യനെ ഒറ്റ ഇതായിട്ടാണ്. ഏതൊരു മനുഷ്യനെ എടുത്തു നോക്കിയാലും അവൻ ഏത് പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അവന്റെ രക്തം ചുമന്നത് തന്നെയാണ്, അല്ലെ? ഏതവനായാലും ഏത് വലിയവനായാലും ചെറിയവനായാലും എടുക്കുന്ന ശ്വാസം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജൂനിയർ ആർട്ടിസ്റ്റുകളെ അവരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. ഇതുപോലുള്ള സംഘടനകളിലൂടെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വലിയ ആർട്ടിസ്റ്റുകൾ പൈസ വാങ്ങി അവർ വലിയ കാറിൽ കയറിയെന്ന് പോകും, ഈവനാണ് ഞാൻ അടക്കം. പക്ഷേ ഈ പാവപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള സംഘടനകൾ ശരിയായ രീതിയിൽ ശബ്ദം ഉയർത്തണം. ഇന്ന് ഇപ്പൊ ക്ഷേമ കമ്മീഷൻ വന്നിരിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ പറയുന്നത് ശരിയായിരിക്കും, ആണോ? സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ട് കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീകളോട് അനാവശ്യമായ രീതിയിൽ സംസാരിക്കാനായിട്ട് ഇച്ചിരി ഒരു പേടിയാ എല്ലാവർക്കും. പക്ഷേ ഒരു സമയം വരെ
എന്നോട് പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, മിനിഞ്ഞാന്നും ഞങ്ങൾ ശുക്രന്റെ സെറ്റിൽ ഞാനിത് സംസാരിച്ചു. വളരെ മോശമായ രീതിയിൽ ആർട്ടിസ്റ്റുകളോട് പെരുമാറുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം എല്ലാവർക്കും പേടിയാണ്. അഡ്ജസ്റ്റ്മെന്റിന് റെഡി ആവുമോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് ആർട്ടിസ്റ്റുകളോട്. അത് ജൂനിയർ ആയിക്കോട്ടെ സീനിയർ ആയിക്കോട്ടെ, ആദ്യം ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് റെഡി ആണെന്ന്. ഇപ്പൊ ആ കാലമൊക്കെ മാറി. നല്ല അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളോട് അവർക്ക് ആ അഭിനയത്തെ മാത്രം വിലയിരുത്തുന്ന നല്ല ആളുകളുണ്ട്. ഇപ്പൊ പേടിയുണ്ട് എല്ലാവർക്കും. പക്ഷേ ഞാനിപ്പോ പറഞ്ഞ ഈ കാര്യം, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന ഈ 500 രൂപ, ഇത് പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ, അതുപോലെ ഏതൊരു അസോസിയേഷനാണെങ്കിലും ഇതിനകത്ത് ശരിയായ രീതിയിൽ ഇടപെട്ട് ആ പാവപ്പെട്ടവർക്ക് വേണ്ടുന്നത് തീർച്ചയായും വാങ്ങിക്കൊടുക്കണം എന്നാണ്. അർഹതപ്പെട്ട പൈസ അവർക്ക് ഒരു ദിവസം ഇന്ന് കൂലിപ്പണി ചെയ്താൽ കിട്ടുന്നത് 1000 രൂപ, 1100 രൂപ ഇന്ന് കൂലിപ്പണി ചെയ്താൽ കിട്ടും. മിനിമം ഒരു 1000 രൂപയെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് 1500 രൂപയാണെങ്കിലും ഞാൻ പറയുന്നത് 1500 രൂപയെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടണം. അല്ല, ലോ ബഡ്ജറ്റ് ഫിലിമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് പറയുക. ലോ ബഡ്ജറ്റ് ഫിലിമാണ്, ഇതിനകത്ത് ഇത്രയും വേതനമുള്ളൂ എന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ പേ ചെയ്തേക്കാം, നിങ്ങൾ പൊക്കോ, വീട്ടിലോട്ട് പൊക്കോ, ഗൂഗിൾ പേ ചെയ്തേക്കാന്ന് പറയും. എന്നിട്ട് കിട്ടത്തില്ല. എന്നിട്ട് അതിനെ വേണ്ടി വിളിച്ച് 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 ഈ ഇടനിലക്കാരെ വിളിച്ച് 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 എനിക്കറിയാം, ഒരു വലിയ ആർട്ടിസ്റ്റ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, മാഡം ഞങ്ങൾക്ക് അരി വാങ്ങാൻ പോലും ഇന്ന് അത് കൊണ്ടുവന്നിട്ട് വേണമായിരുന്നു അരി വാങ്ങാനായിട്ട്, റേഷങ്ങളെ പോകാനായിട്ട് ഒരു നിവർത്തിയില്ല എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ഇത് ഉണ്ടാവരുത്. ഇതുപോലുള്ള സംഘടനകള് ഇതിനായി ശക്തമായ രീതിയിൽ പ്രതികരിക്കണം. ഇതുപോലുള്ള സംഘടനകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ബലം ഇതിന് കൊടുക്കട്ടെ. ഇതൊരു വലിയൊരു വടവൃക്ഷമായി വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇതുപോലുള്ള സംഘടനകൾ നല്ല രീതിയിൽ നല്ല ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ച് ഇത് ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു നല്ല സംഘടനയായി വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ മികച്ച കലാകാരന്മാരും, എന്റെ വലിയ സഹോദരൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ, മധു, പുന്നപ്ര മധു. എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ഒരു ആർട്ടിസ്റ്റാണ്, എൻ്റെ സ്വന്തം സഹോദരനാണ്. അപ്പോൾ അതുപോലുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരുപാട് നന്മകൾ നേരുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാം ക്ഷണിച്ച ദീപകിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു, ദീപകിനോട്. അതോടൊപ്പം ഇതിലിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു. നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതിയ പുതിയ സിനിമകളും പുതിയ പുതിയ വർക്കുകളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ക്രിസ്മസ് സെലിബ്രേഷനും ന്യൂ ഇയറും ഇന്ന് പുതുവർഷം തുടങ്ങിയിട്ട് ഇത്രയും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഫോട്ടോഗ്രാഫർ ഈ ഗുഡ് സ്റ്റെപ്സ് അവരുടെ എതിരക്ഷണം. നമസ്കാരം. കലാകാരന്മാരെ ആദരിക്കുന്ന ഐവ സംഘടന ഈ ഒരു വേദിയിലേക്ക് എത്തിച്ച ആദ്യം തന്നെ അവരോട് പറയുന്നു. ഏതൊരു കലാകാരനും ആദരവ് കിട്ടുന്നതാണ് അദ്ദേഹത്തിന്റെ സംതൃപ്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ഒരു ടീം വേണം. ടീം ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. കാരണം ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ ആവണമെന്ന് വളരെ ആഗ്രഹിച്ചിട്ടുണ്ട്. പലപ്പോഴും പലരുടെയും ക്യാമറകളിലൂടെ നോക്കാൻ, വ്യൂ ഫാറ്റിലൂടെ നോക്കാൻ ശ്രമിച്ചിട്ട് നടത്താത്തൊരു കാര്യമാണ്. പിന്നീട് പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫോട്ടോഗ്രാഫറായി വീണ്ടും ഒരു സിനിമ നടിയെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് എന്നെ മാറ്റി നിർത്തുകയാണ്. ഒരു ലൈൻ പറിച്ചില്ല, ലൈൻ ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല എന്നാണ് എന്നോട്. പക്ഷെ ഞാൻ അവിടെ വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ സിനിമ ഫോട്ടോഗ്രാഫറായി. പിന്നീട് കേരളത്തിലെ പ്രമുഖ മാധ്യമ
സ്ഥാപനങ്ങളിലെല്ലാം ഫോട്ടോഗ്രാഫറായി അവരുടെ കവർ ചിത്രങ്ങൾ എടുക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ മനോരമയിൽ ഒരു കവർ ചിത്രം എടുക്കാൻ ഒരു നടിയെ വിളിക്കാൻ അവർ ഏർപ്പാട് ചെയ്തു. എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. എന്നെ അന്ന് മാറ്റി നിർത്തിയ നടിയാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഞാനൊരു വരച്ചിട്ട് അവിടെ നിന്നിട്ട് അനങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നേരത്തോളം അവിടെ നിൽക്കുന്നുണ്ടായി. ഇതാണ് റിയാലിറ്റി. നമുക്ക് സ്വപ്നം വേണം. ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ റിയാലിറ്റിയിലേക്ക് വരാൻ പറ്റും. എല്ലാ കലാകാരന്മാർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ. അതുപോലെ ഈ പുതുവർഷം എല്ലാവരുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കലാകാരന്മാരെ ആദരിക്കുന്ന ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി സിനിമ സ്റ്റേജ് ആർട്ടിസ്റ്റ് ശ്രീ പൂനപ്ര മധു അവരുടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എനിക്കേറെ സ്നേഹമുള്ളത്, ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ഐശ്വര്യമുള്ള ഈ ചടങ്ങിൽ വലിയ കലാകാരനായി ഞാൻ പങ്കെടുക്കുന്നത്. ഒത്തിരി സന്തോഷമൊക്കെ പറഞ്ഞത് വെറുതെ വാക്കുകൾ കൊണ്ട് ഭംഗിയാക്കാൻ വേണ്ടി ആലങ്കാരികമായി പറഞ്ഞതല്ല, ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞതാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയ സുഹൃത്ത് നല്ല പേരായിരുന്നു. അപ്പോൾ എന്തായാലും പ്രിയ മിത്രം പറഞ്ഞതുപോലെ ചുരുങ്ങിയ വാക്കുകളിലാണ് അദ്ദേഹം വളരെ മനോഹരമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം എത്തിച്ചത്. ഒത്തിരി സംസാരിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട മിത്രത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഹൃദയത്തിൽ തട്ടിയ അക്ഷരങ്ങളാണ് പുറത്തേക്ക് വന്നത്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ലേഖമാടം പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫിലിമിലാണ് ലേഖമാടം അഭിനയിച്ചിട്ടുള്ളത്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്ന് പറയണമെന്ന് കാര്യം ഇവിടെ വന്ന് വന്നപ്പോഴാണ് ഇവിടെ വെച്ച് ഉണ്ടെന്നേ അറിയുന്നത്. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, പ്രിയപ്പെട്ട സുഹൃത്ത് സംസാരിച്ചതുപോലെ കഴിവുള്ളവർ ഏറെ പേർ പുറത്തും ബന്ധുബലവും സ്നേഹബന്ധങ്ങൾ കൊണ്ടും പലരും മുൻനിരയിലേക്കും വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനകത്ത് കഴിവൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പ്രിയപ്പെട്ട രതീഷെല്ലാം കൂടെ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലത്ത് ഒരു ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പെട്ടെന്നൊരു നടിയെ അഭിനയിക്കാൻ ഷൂട്ടിംഗ് സമയത്തൊരു ക്യാരക്ടറിനെ അഭിനയിക്കാൻ ഒരു ആകർഷണം കിട്ടിയില്ല. ഇവിടെ നിന്നൊരു നടിയെ കൊണ്ടുവന്നു. ഈ സൂചിക്കിട്ട് മുഖത്തിട്ട് കുത്തി കഴിഞ്ഞാൽ സാധാരണ ഒരു കുത്തു കൊണ്ടാലും ഒരു ഭാവം വരും. ഇത് അതുപോലും വരാത്തൊരു സംഭവം. നമ്മൾ കുറ്റം എന്താ പറയുന്നത്, അവസാനം പഠിച്ചവണി പൈലറ്റ് നോക്കിയിട്ട് അവർക്ക് റിയാക്ഷൻ, ഒരു ഷോട്ടിൽ ഒരു എക്സ്പ്രഷൻ വരുന്നില്ല. വെറുതെ ഇങ്ങനെ നിൽക്കുക. അവസാനം രക്ഷയില്ലാതെ ഒരു സംവിധായകൻ എന്ത് ചെയ്യുമെന്ന് അറിയുമോ? സംവിധായകൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്യാരക്ടറിന്റെ ഡയലോഗ് ഇദ്ദേഹത്തിന്റെ ബാക്കിലെ സജഷൻ വെച്ച് എടുത്ത് തീർന്നു. കാരണം പറഞ്ഞു നിങ്ങൾ തലയാട്ടിയാൽ മതി. ഇവരുടെ ഡയലോഗ് വരുമ്പോൾ ഇങ്ങനെ തലയാട്ടിയാൽ മതി. അടുത്ത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കക്ഷിയുടെ റിയാക്ഷനിൽ കൊണ്ട് അതൊക്കെ ഫില്ല് ചെയ്തു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ആ ഷൂട്ടിങ് തീർത്തു. ഒരു 2-3 മാസം കഴിഞ്ഞ് ഞാൻ കോതമംഗലത്ത് നിൽക്കുമ്പോൾ ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ അവിടെ പ്രശസ്ത സിനിമാ നടി എന്ന് പറഞ്ഞ പേര് ഞാൻ പേര് പറയുന്നില്ല ഉദ്ഘാടനം ചെയ്യുന്നു. ഒന്ന് ആലോചിച്ചോ, എത്രയോ നാടകങ്ങൾ. ഞാൻ ഈ നാടകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ ചാനൽ ഇന്റർവ്യൂകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഏറ്റവും കൂടുതൽ മിമിക്രിയെ കുറിച്ചോ സിനിമയെ കുറിച്ചോ സംസാരിക്കാൻ വിളിക്കുന്നിടത്ത് ഞാൻ കൂടുതലും സംസാരിക്കുന്നത് നാടകത്തെ കുറിച്ചാണ്. കാരണം മറ്റൊന്നുമുണ്ടല്ലോ, ഇവിടെ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് പറയുന്നത്. എത്രയോ കഴിവുള്ള കലാകാരന്മാർ ഏത് ഡയലോഗ് കൊടുത്താലും ഏത് സന്ദർഭവും കൃത്യമായി അതിൻ്റെ പൂർണ്ണതയോടുകൂടി അവതരിപ്പിച്ച് വിജയിപ്പിക്കുന്ന നിരവധി കലാകാരന്മാർ അവസരങ്ങളില്ലാതെ പുറത്തു നിൽക്കുന്ന കാലത്താണ് ഞാൻ ഈ പറഞ്ഞ സൂചിക്കിട്ട് കുത്തിയാൽ പോലും മുഖത്തൊരു ഭാവം വരാത്തവർ പലരും വേദികൾ കൈയടക്കി പ്രശസ്തരെന്ന് പേര് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ രംഗത്ത് ചെയ്യുന്ന കാലത്താണ് ഇതേപോലുള്ള അയിമ പോലുള്ള സംഘടനകളുടെ പ്രാധാന്യം.
ഇതുപോലുള്ള ഞാൻ കഴിഞ്ഞ ഇവിടെ വെച്ചൊരു മീറ്റിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ടോ, എനിക്ക് പലർക്കും ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഏതോ ഒരു ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനവും അജീത് തന്നെ സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മളെന്ന് പറയുന്നത് നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താൽ, ഈ സംഘടന നടത്തുന്നവരോട് ഞാൻ പറയുക, മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും നമ്മൾ പോലും അറിയാതൊരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത്രയും കാലം ചെയ്ത എല്ലാ നന്മകളെയും തള്ളി പറഞ്ഞുകൊണ്ട് ആ ചെറിയ തെറ്റിനെ ചൂണ്ടിക്കാട്ടി നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ സമൂഹം. അതിനെ മറികടക്കുക എന്ന് പറയുന്നതാണ് ഒരു സംഘടനയുടെ വിജയം എന്ന് പറയുന്നത്. അതിന് വേണ്ടത് സ്നേഹം മാത്രമാണ്. ചില തെറ്റുകൾ ഇപ്പോൾ ഒരു സംഘടന നടത്തുമ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാം, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനെ ചൂണ്ടിക്കാട്ടി ഒരു സംഘടനയെ അങ്ങനെയാണ് കൂടുതലും കണ്ടുവരുന്നത്. അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പറ്റുന്ന കൊണ്ടല്ല, സ്നേഹം കൊണ്ട് ഇതിനെയൊക്കെ കീഴ്പ്പെടുത്താൻ സാധിക്കും. പരസ്പര സഹകരണവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമേ ഈ രംഗത്ത് നമുക്ക് നിലനിൽക്കാൻ സാധിക്കൂ. ഞാൻ സംവിധാനം ചെയ്ത തീച്ചാമുണ്ടിയിലാണ് പ്രിയപ്പെട്ട ലേഖാമാട അഭിനയിക്കുന്നത്. ലേഖാമാടത്തെക്കുറിച്ച് എനിക്ക് നേരത്തെ വലിയ പിടിയൊന്നുമില്ല, വളരെ യാദൃച്ഛികമായിട്ട് പരിചയപ്പെട്ടത്. എത്രയോ അവാർഡുകൾ അതിലൂടെ അല്ലേ, അതെ, മികച്ച സാമൂഹ്യ പ്രവർത്തകർക്കുള്ള അവാർഡ് ഉൾപ്പെടെ തീച്ചാമുണ്ടിയിലൂടെ. അപ്പൊ ഇതെന്താ പറയാൻ കാരണം പറ്റുന്നില്ല, ഞങ്ങളൊരു കുടുംബം പോലെ, അല്ലാതെ ഒരു സംവിധായകനോ ആക്ടറോ എന്ന നിലയിൽ അല്ല, എല്ലാവരും ഒരു കുടുംബം പോലെ സ്നേഹിച്ചതിന്റെ ഫലമാണ് എത്രയോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അത് മികച്ച ചിത്രമായും മികച്ച നടിയും മികച്ച നടനും മികച്ച ക്യാമറമാനും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞതെന്നറിയോ, അങ്ങനെ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ നല്ല സൃഷ്ടികൾ ഉണ്ടാക്കാൻ പറ്റും. അതല്ല ഇവൻ എന്തോ പരിപാടിയായിട്ട് നടക്കുക, ഇവൻ എന്തോ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്ത് പൈസ, ആർക്കും പൈസയിലേ ജീവിക്കാൻ പറ്റുന്നത്. ഒരു സംവിധായകൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഹരീന്ദ്രൻ സാർ ഇരിക്കുന്നത്, ഞാൻ അതിനെക്കുറിച്ച് സിനിമയെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയുന്നത് ശരിയല്ല. വർഷങ്ങളായിട്ടുള്ള ചെറിയ പ്രായമുള്ള ഞങ്ങളുടെ സ്നേഹബന്ധമാണ് അദ്ദേഹമായിട്ട്. കാണുന്ന സമയത്തുള്ള എനിക്ക് എന്താ കഴിക്കുന്നറിയാൻ പറ്റും, ഈ ഗ്ലാമർ നിലനിർത്തുന്നു കണ്ട കാലത്തോട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അല്ല, അതൊക്കെ ഒരു ഭാഗ്യമല്ലേ, കലാകാരന്മാരുടെ ഒരു വലിയ ഭാഗ്യമാണ്, പുണ്യമാണ്. അപ്പൊ ഇത് കലാകാരന്മാർക്ക് മാത്രം സാധിക്കുന്ന കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഡൈ കണ്ടുപിടിച്ചില്ലെന്ന് പണി പാടിപ്പോയി. ഞാൻ ഈ പറഞ്ഞ കാര്യം, കലാകാരന്മാരുണ്ട് ഈ ഇരിക്കുന്നവരുടെ എല്ലാവരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു. നിങ്ങളുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇത് നമ്മുടെ അച്ചായ സഹിതം ഇരിക്കുന്ന ചെറുപ്പക്കാരായിരുന്നു, അല്പം നരവാദിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്താ കാര്യം, ഈ പോസിറ്റീവ് എനർജി കിട്ടുന്ന കലയുള്ളതുകൊണ്ട് അല്ലേ, കലാകാരനായതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണ് കുശുമ്പും കുന്നായ്മയിലൂടെയൊക്കെ ഞാൻ കുറെ അനുഭവത്തിലുള്ളതുകൊണ്ട് പറയുന്നത്. എന്തായാലും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത്, ഞാനൊരു ചിത്രം അനൗൺസ് ചെയ്തിട്ടുണ്ട്, വിനയ സാറാണ് അതിന്റെ പൂജയ്ക്ക് വന്നിരുന്നു. ആ ചിത്രം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സ്ട്രോക്ക് പോലെ വന്നു. സ്ട്രോക്ക് മീൻസ് കഴിയാത്ത 6 മാസത്തോളം ഞാൻ കടന്നുപോയി. എന്തായാലും ദൈവം സഹായിച്ചു. ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, മലയാളത്തിലെ വലിയ താരനിര ഉൾപ്പെടെയുള്ള ലേഖാമാടത്തിനോട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ 1 മണിക്കൂറോളം അതിനെക്കുറിച്ച് സംസാരിച്ചത്. വലിയൊരു ചിത്രമാണ് സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അന്ന് അനൗൺസ് ചെയ്തതാണ്. പക്ഷെ ചെറിയൊരു ഗ്യാപ്പ് വന്നത് എൻ്റെ ശാരീരിക പ്രശ്നം മൂലമായിരുന്നു. ഇപ്പം ഏതായാലും 2025 ഇതിനകത്ത് ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞ വർഷം പറഞ്ഞാൽ 2025 കാര്യം അന്ന് ഞാനോട് പറഞ്ഞിട്ടാണ് അന്ന് പോയത്. എന്തായാലും എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ കഴിവുള്ളവർക്ക്, കഴിവുള്ള മീൻസ് ഞാൻ ഉദ്ദേശിച്ചതെന്നറിയും. ഇപ്പം അജിയാണെങ്കിലും ഹരീന്ദ്രനാഥ് സാറാണെങ്കിലും പ്രിയപ്പെട്ട എൻ്റെ മകനെ ആദ്യമായിട്ട് സിനിമയിൽ മുഖം കാണിപ്പിച്ച മധു തത്തമ്പുള്ളിയാണെങ്കിലും, മധു തത്തമ്പുള്ളി ഇരിക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അദ്ദേഹമാണ് ആദ്യമായിട്ട് ലൂമിയർ പ്രദേശം എന്ന ചിത്രത്തിലൂടെ എൻ്റെ മകനെ ആദ്യമായി സ്ക്രീനിൽ കാണിച്ചത്. ഞാൻ മകനല്ല, ഞാനോട്ടുള്ളൊരു സ്നേഹബന്ധം കൊണ്ടാണ് ആ അവസരം കൊടുത്തത്. പക്ഷേ നാളെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ വളരെ നല്ലൊരു വേഷമാണ് അവൻ ചെയ്തത്. നാളെ അവൻ്റെ ഷൂട്ടുകളുണ്ട്, ബിബിൻ ജോർജൊക്കെ ആയിട്ടുള്ള സീൻസാണ്. ഇത് പറയാൻ കാര്യം മധുവിൻ്റെ ഒരു അനുഗ്രഹം കൂടി അതിലുണ്ടാകും. ഒരു നല്ല കൈയടി പ്രിയപ്പെട്ട മധുവിനോട്. ഇങ്ങനെയൊക്കെ അവസരം തരാൻ കുറേ പേരുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇങ്ങനെയൊക്കെ അവസരം തരാൻ സ്നേഹമുള്ളത് എല്ലാവർക്കും പറ്റുന്നില്ല. സിനിമ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മലയാളികൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സംഗീതമായ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഇന്നൊന്നും പോട്ടെ കർണാടകത്തിൽ പൊട്ടി വീണവർക്ക് മനുഷ്യരല്ല പലപ്പോഴും. ഒരു ലൊക്കേഷൻ ചെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പല ലൊക്കേഷൻ ചെല്ലുമ്പോൾ അറിയാമല്ലോ. പക്ഷെ ഇതെല്ലാം മനുഷ്യരാണ്. സംവിധായകനാണെങ്കിലും ആർട്ട് ഡയറക്ടറാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും എല്ലാം മനുഷ്യരാണ്. കഴിവുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു വന്ന മാറ്റുന്നുണ്ടല്ല. ഒരു സിനിമ നമ്മൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഫൈനലി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ ഇരിക്കുന്നുണ്ട്. അവൻ അവിടെ ഒരു പടം എടുത്തിട്ട് നമുക്കൊരു വേഷം തന്നിരിക്കും. പരാജയത്തിന്റെ കാരണം എന്താണെന്ന് ആ പടത്തിന്റെ ടോട്ടലിയുള്ള വിജയം അനുസരിച്ച് ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു
കഥാപാത്രത്തെ അതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരാൾക്ക് വേണ്ടി ആ പടത്തിൽ ഒരു കോംപ്രമൈസ് നടത്തേണ്ടി വന്നാൽ ആ ചിത്രത്തിന്റെ മൊത്തം ടോട്ടലുള്ള വിജയത്തെ അത് ബാധിക്കും എന്നുള്ളതാണ് പലപ്പോഴും പലർക്കും വേഷങ്ങൾ തരാൻ പറ്റാതെ വരും. ഇപ്പൊ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാവുന്ന സഹായവും ഞാൻ അന്ന് 2025 പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ വേദിയിൽ പറഞ്ഞിട്ട് പോയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും എന്നെ കൊണ്ടുള്ള സഹായം ഉണ്ടായിരിക്കും. ഏറ്റവും വലിയ പ്രിയപ്പെട്ട എൻ്റെ പ്രിയ മിത്രങ്ങളോടൊപ്പം ഈ ഒരു ഐശ്വര്യമുള്ള വേദിയിൽ നിൽക്കാൻ കിട്ടിയ ഭാഗ്യത്തെ ഒത്തിരി സന്തോഷമായി കരുതുന്നു. നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന്മാർ അറിയാലോ, ലോകം കരികാലമാണ്, വല്ലാത്ത കാലത്തോടുകൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമയം സംഭവിക്കാം എന്ന നിമിഷത്തിലാണ്. ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ കുഴഞ്ഞുകൊണ്ട് മരിച്ചു പോകും. ഒരു വേദിയിൽ ഞാനിങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് വേദി ഇരുന്നിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അറിയുന്നു അദ്ദേഹം വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി മരിച്ചു പോകും. ഇങ്ങനെ നിമിഷങ്ങൾക്ക് പോലും ഒരു വിലയില്ലാത്ത കാലത്ത് നമുക്ക് കൊടുത്തിട്ട് പോകാനുള്ളത് സ്നേഹം മാത്രമേ ഉള്ളൂ. ആ സ്നേഹത്തിലൂടെ വേണം ഈ സംഘടന എടുത്തു പറയാൻ, കാരണം നടക്കുന്ന സംഭവമാണ്. ആ സ്നേഹത്തിലൂടെ മുന്നോട്ട് പോകാൻ ഐമ എന്ന് പറയുന്ന സംഘടനയിലൂടെ നിരവധി പേർക്ക് കലാരംഗത്ത് പ്രശ്രമിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന്മാർ നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും വൈകിപ്പോയെങ്കിലും ന്യൂ ഇയർ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. വളരെ സന്തോഷമുണ്ട്. ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഒരു സംഘടന, ഞാനൊക്കെ മ്യൂസിൽ ഇറങ്ങുന്ന സംഘടനയൊന്നുമില്ല, ഒറ്റയ്ക്കുള്ള പ്രയാണത്തിന് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അത് സംഘടന എന്നൊക്കെ പറയുമ്പോൾ മത്സരം പറഞ്ഞ പോലെ തന്നെ തകർക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ സ്നേഹത്തോടെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. ഞാൻ മത്സാറ് വിളിക്കുന്നുണ്ട്. മത്സാറിൻ്റെ പടത്തിൽ ഞാൻ വളപ്പെട്ട് എന്ന പടത്തിൽ നിറം മത്സാറിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ എനിക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അറിയുന്ന ഒരുപാട് പേരുടെ സുഹൃത്തുക്കളായി നാടൻ പാട്ടിൻ്റെ രാജകുമാരൻ മണിസാറിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജൂനിയർ കലാഭവമണി ശ്രീ രതീഷ് വേല അവരുടെ ആദരപൂർവ്വം. എല്ലാവർക്കും നമസ്കാരം. മുഴുവൻ പറഞ്ഞ പോലെ വളരെ സന്തോഷപൂർവ്വമാണ് ഐശ്വര്യമുള്ള വേദിയിൽ വലിയ കലാകാരനായിട്ട് ഞാൻ നിൽക്കുന്നത്. പ്രത്യേകിച്ച് അയമാസം പിടിച്ചിട്ടുള്ള ക്രിസ്മസ് നിർദ്ദേശവും കലാകാരന്മാർക്കുള്ള ആദരവ് അനുഭവിച്ച് വരാനുള്ള സന്തോഷം. എനിക്ക് ഒരു വലിയ കലാകാരന് അയമാസം ഘടിപ്പിച്ച കലാകാരന്മാർക്കുള്ള ആദരവ് എന്ന് തന്ന സംഘാടക സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് മണിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ മണിച്ചേട്ടൻ വേദിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആര് കയറിയാലും പിന്നെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതുപോലെ മധുവിൻ്റെ കാര്യം, മധുവിനിപ്പോൾ ഒരു മാലപ്പടത്ത് പൊടിച്ച് പോയിരിക്കുക, ഇപ്പോൾ ഒരു പൊട്ടാസ്യം പൊടിക്കട്ടെ. വളരെ സന്തോഷം. ജൂനിയർ കലാഭവമണി എന്ന് പറഞ്ഞുള്ള ആദ്യത്തെ മണിച്ചേട്ടൻ ഡെവലായിരുന്നു. മധുവിൻ്റെ കൂടൊപ്പം തന്നെ 12 വർഷം
ഇപ്പോൾ മറിയാട്ട് കൂടെ മിസ് മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത് 4 വർഷമായിട്ട്. ഇപ്പോൾ ഞങ്ങളുടെ കലാകാരന്മാർക്ക് ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ ഒരു ചാകര കാലമാണ്. അതുകൊണ്ട് ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറഞ്ഞു അജി വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പെരവാസ്തോളിയാന്ന് പറഞ്ഞു. എന്നോട് ഇപ്പോൾ വിളിച്ച് ചോദിച്ചു എവിടെയാ പെര കെട്ടിയിരിക്കുന്നത് ചോദിച്ചു. മധുവണ്ണ വന്നപ്പോഴേ അപ്പൊ ഞാൻ പെരവാസ്തോളി അല്ല മധുവണ്ണ, ഇവിടെ ആദരവായിരുന്നു ചോദിച്ചു. അതൊന്നും വേറെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. എന്നാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് ആദ്യമായിട്ടൊരു സിനിമയിൽ അവസരം തന്നത് മധുവണ്ണനാണ്. അദ്ദേഹത്തിന്റെ നമ്മുടെ മഹാദേവ സാറാണ്. ഇപ്പൊ മണിച്ചേട്ടൻ വേദിയിൽ വന്നാലോ? എല്ലാവർക്കും നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? ഇവിടെ കലാഭവമണി. എന്താ പറയുക, സാധാരണ എവിടെയെങ്കിലും നാടൻപാട്ട് പാടാൻ പോയി കഴിഞ്ഞാല് എന്റെ പാട്ടിനെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയും. ഈ ഓട്ടപ്പഴം എന്ന് ചിലക്ക് അറിയില്ല. എന്റെ നാട്ടിലേക്ക് ഈ ഓട്ടപ്പഴം തൊട്ടിപ്പെടുന്നത് ധാരാളം പഴങ്ങളൊക്കെ. ഈ പഴത്തിനാണെങ്കിലും സ്വർണത്തിന്റെ കളറാണ്. ഈ പഴത്തിന്റെ ഭംഗിയെ പറ്റി ഒരു പെണ്ണിനെ സങ്കല്പിച്ച് എഴുതിയ പാട്ടാണ് ഓടപ്പഴം പോലൊരു പെണ്ണ്. എന്റെ നാട് ചാലക്കുടിയാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്റെ ചാലക്കുടിയുടെ തൊട്ടടുത്ത സ്ഥലമാണ് മുടപ്പുഴ. ആ മുടപ്പുഴയിലെ പെണ്ണിനെ പറ്റി എഴുതിയ പാട്ടാണ് ഓടപ്പഴം പോലൊരു. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഉടപ്പുഴയാകെ അലഞ്ഞോടാന്തി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഉടപ്പുഴയാകെ അലഞ്ഞോടാന്തി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണവും എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോടാന്തി. ഇന്നു നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരം, ഇന്നെ വീട്ടിൽ കണ്ണീരാന്തി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോടാന്തി. കമ്മിറ്റി നടത്തുന്ന ക്രിസ്മസ് പ്രോഗ്രാമിന് ആശംസകൾ അറിയിച്ച എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ മെമ്പർഷിപ്പ് വിതരണമാണ്. ദിനേശ് കുമാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ല കയ്യടിയോടെ ഹരികുമാറിനെ ഐമയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നതിനായി ജ്യോതിലക്ഷ്മി വെടുത്തിനെ വേദിയിലേക്ക് മുനീറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത് മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നതിനായി ഐമയുടെ ഏറ്റവും എൻതൂസിയാസ്റ്റിക് മാൻ രാഹുലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീകല മേഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീകല മേഡം എത്തിയിട്ടില്ല. ഏറ്റവും മികച്ച കവർ ചിത്രം തട്ടിയും മുട്ടിയും ഫ്രെയിം പാർവതിയിലാൽ. ഇത് കൊടുക്കുന്നതിനായി ഈ ഗുഡ്സ് അവരുടെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. പാർവതിയിലാൽ ഏറ്റുവാങ്ങുന്നതിനായി പാർവതിയെ ക്ഷണിക്കുന്നു. ഈ വർഷത്തെ മികച്ച പെർഫോമർ ആക്ഷൻ ഹീറോ ബിജു പ്രേം ഹരിപ്രിയയ്ക്ക് ആദരവ് നൽകുന്നതിനായി ഈ കുറിച്ചേക്ക് അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ വിശിഷ്ട അതിഥികളെ
മോൾട്ടോ നൽകി ആദരിക്കുന്നതിനായി സിനിമാ സീരിയൽ നടനും നമ്മുടെ ഏറെ പ്രിയങ്കരനായ പത്മരാജൻ സാറിന്റെ അന്തരവനും കൂടിയായ ഏറെ പ്രിയപ്പെട്ട ഹരീന്ദ്രനാഥ് സാറിനെ മൊമെന്റോ നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ഹരീന്ദ്രനാഥ് സാറിന് മൊമെന്റോ ആദരിക്കുന്നതാണ്. ഓക്കെ 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 ശ്രീമതി ലേഖ നായർ അവരുടെ ക്ഷണിക്കുന്നു. അടുത്തതായി മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി സിനി ഫോട്ടോഗ്രാഫർ ഈഗുഡ്സ് ടിപ്പു അവരെ ക്ഷണിക്കുന്നു. മധു സംവിധായകൻ തിരക്കഥാകൃത്ത് കൂടിയായ മധുജി കമലം അവരെ ക്ഷണിക്കുന്നു. കൈയ്യടി കൊടുക്കാൻ ശ്യാമമാണ്. അടുത്തായി മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി പൊന്നം പ്രമോദ് സാറിനെ ക്ഷണിക്കുന്നു. അടുത്തായി മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി ജൂനിയർ കലാഭവൻ ശ്രീ രതീഷ് വയല ക്ഷണിക്കുന്നു. അടുത്തതായി മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ കൂടിയായ ശ്രീ ആലപ്പി ഗോപകുമാർ അവരെ ക്ഷണിക്കുന്നു. ഐവയുടെ ഫൗണ്ടർ കൂടിയായ അശ്വതി മേഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെന്റോ നൽകുന്നതിനായി ഏറ്റവും പ്രിയങ്കരനായ ഹരീന്ദ്രനാഥ് സാറിനെ ആദരവ് ക്ഷണിക്കുന്നു. കൊടുക്കാനാ കൊടുക്കാൻ ഇങ്ങോട്ട് വരെ ഇവിടെ അടുത്തില്ല ഇവിടെ നോക്കിയാൽ രണ്ടുപേരും ഇവിടെ മേഡം സോറി താഴെ
Look at the
കഴിഞ്ഞു ഇവരെ കഴിഞ്ഞു